കോഴിക്കോട് വലിയങ്ങാടിയിൽ 3 പാവങ്ങളായ തൊഴിലാളികളുടെ ജീവൻ അപഹരിക്കപ്പെട്ടത് നമ്മുടെ സിസ്റ്റത്തിന്റെ അപാകതയോ? കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കുടുംബം പോറ്റാൻ ഇറങ്ങിയവർ, ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കാൻ ഇരുന്നവർ, അനാഥമായത് അങ്ങനെ 3 കുടുംബങ്ങളാണ്. ഈ പാവത്തിന് ആര് മറുപടി പറയും? നിരവധി തവണ മരണകൂടാരമായി നിൽക്കുന്ന കെട്ടിടത്തെക്കുറിച്ച് പലതവണ അധികാരികളോട് ആവരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയതേയില്ല. അപ്പോൾ പതിവ് ചോദ്യം തന്നെ മാതൃഭൂമി ന്യൂസ് ഉന്നയിക്കുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക്, സിസ്റ്റമാണോ മൂവരെയും കൊലപ്പെടുത്തിയത്? തികഞ്ഞ അനാസ്ഥയാണ് പുറത്തേക്ക് വരുന്നത്. ഇത്ര നാൾ കാലപ്പഴക്കമുള്ള കെട്ടിടം നഗര ഹൃദയത്തിന്റെ ഭാഗത്ത് എങ്ങനെ നിലകൊണ്ട് എന്ന ഉത്തരം പറയേണ്ടവർ തന്നെ തട്ടിക്കളിക്കുകയാണോ? കെട്ടിടത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നുവെന്ന് കോഴിക്കോട് മേയർ സദാശിവൻ പറയുന്നുണ്ട്. കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് മേയർ പറഞ്ഞു. തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന പ്രതികരണമാണിത്. അത് ആദ്യം ഒന്ന് കേൾക്കാം. ഈ കെട്ടിടം മാത്രമല്ല, കോർപ്പറേഷൻ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള DPR തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൗൺസിലിന്റെ കാലത്ത് ഈ കെട്ടിടവും ഉണ്ട്. ഇല്ല ഒഴിയാമെങ്കിൽ നിർദ്ദേശം നടത്തിയിട്ടില്ല. ഇത് ബിൽഡിംഗ് അൺഫിറ്റ് ആയിട്ടും കണ്ടിട്ടില്ല കോർപ്പറേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ആ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിന്റെ പ്രശ്നമുണ്ട്. അത് എന്താണോ നമ്മുടെ ഓഫീസ് അത് സംബന്ധിച്ച് സ്വീകരിച്ച നടപടിയെന്ന് മനസ്സിലാക്കി എന്താണെന്നുള്ളത് നിങ്ങളോട് പ്രതികരിക്കാം കേട്ടോ. അങ്ങനെ മഹാദുരന്തത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണം 2 എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കോർപ്പറേഷൻ മേയറുടെ വാദത്തെ തള്ളുകയാണ് സെക്രട്ടറി. കെട്ടിടം കാലപ്പഴക്കം ചെന്നത് എന്ന് 2 വർഷം മുൻപേ കണ്ടെത്തിയിരുന്നു എന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി പ്രതികരിച്ചത്. അതായത് നഗരപിതാവിനും സെക്രട്ടറിക്കും 2 അഭിപ്രായമാണ്. സെക്രട്ടറിയുടെ ആ പരാമർശം ഒന്ന് കേൾക്കാം. കാലപ്പഴക്കം കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. നിലവിൽ പുതിയ ലൈസൻസുകൾ അവിടെ അനുവദിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസുകൾ അവിടെ തുടരുന്നുണ്ട്. പുതിയതായിട്ട് ലൈസൻസുകൾ അനുവദിക്കേണ്ട എന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓഫർ ക്ഷണിച്ചെങ്കിലും അതിലൊരു തീരുമാനമായിട്ടില്ല. അപകടാവസ്ഥയിലായി അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്നു എന്നുള്ളത് 2024 ഒരു തീരുമാനത്തിലാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. 2004 ഞാനിവിടെ സെക്രട്ടറിയായിട്ട് ചുമതലയെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അതിലുള്ള ചുമതല നിർവഹിക്കും. അപ്പോൾ ചോദ്യങ്ങൾ അനവധിയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഗോഡൌണുകൾ ഇത്രയും കാലം എങ്ങനെയാണ് പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഇരുവർക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഒഴിയാൻ നോട്ടീസ് ലഭിച്ചിരുന്നില്ല എന്ന് ഗോഡൌൺ പ്രവർത്തിപ്പിച്ച ഈ പറയുന്ന ഗാമ എന്റർപ്രൈസസിന്റെ ഉടമയും പറയുന്നുണ്ട്. അപ്പോൾ വലിയ അന്തരമാണ് ഈ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി കേൾക്കാം. നടത്തും, എല്ലാ സമയത്തും പാച്ച് വർക്കുകളൊക്കെ നടത്തും. കോർപ്പറേഷൻ നടത്താറുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അപകട ഭീഷണി ആയതുകൊണ്ട് അവരത് സ്വയം തിരിച്ചെടുത്ത് പൊളിച്ച് കഴിഞ്ഞ കൊല്ലം പേപ്പറിലൊക്കെ വന്ന വിഷയമാണ്. അതായത് ബിൽഡിംഗ് ഒന്നായിട്ട് പണിയണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നോട്ടീസ് തന്നില്ല. മറ്റു കടകൾ എല്ലാ കടമുറികളും പലതും ഒഴിഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ഈ ശ്രീ ഗണേശ് എന്ന് പറയുന്ന ആളത് ഇപ്പോൾ ഒരു മാസം കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ അറിയെങ്കിൽ അവർ ചെയ്യില്ലല്ലോ. ഇത് യാദൃശ്ചികൻ്റെ സൺഷെയ്ഡിൻ്റെ വെയിറ്റ് കൊണ്ട് ബിൽഡിംഗ് ഇനിയും നിൽക്കും. അതായത് ഒരു സംശയം, ഈ പൊളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ചാണ്, അപകട ഭീഷണിയുള്ള കെട്ടിടമാണ്. പിന്നെ ഈ ശ്രീഗണേശൻ ഇങ്ങനെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അവിടെ 25 വർഷമായിട്ട് സ്റ്റാർട്ടിങ് മുതലേയുള്ള കൈവശക്കാരനാണ് അയാൾ. പുതുതായിട്ട് ഒരാളെയും ചേർത്തുകൊണ്ട് കച്ചവടം തുടങ്ങി നിർത്തി പൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥാപനമാണ്. റിനീവേഷന് വേണ്ടിയിട്ട് പെർമിഷൻ വേണ്ടേ കോർപ്പറേഷന്റെ? വേണ്ടി വരും. അതായിട്ട് എനിക്കറിയില്ല. അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല. എല്ലാ കൊല്ലവും വാടക അടക്കുന്നുണ്ട്. ഓരോ മാസം അടക്കുന്നുണ്ട്. ഞങ്ങളോട് വാടക അടക്കണ്ടെന്ന് പറഞ്ഞില്ല. ഓരോ മാസം അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഫൈനാണ്. അപ്പോൾ അത് കാരണം എല്ലാ മാസവും 5-ാം തീയതി ഓരോ 5-ാം തീയതി ഞങ്ങളോട് വാടക അടക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വാടക തരണ്ടാന്നോ ഒയ്യാനോ ഒന്നും ഇതുവരെ നോട്ടീസൊന്നും പറഞ്ഞിട്ടില്ല. തകർന്ന വീണ കെട്ടിടത്തിന് ഏകദേശം 50 വർഷത്തെ പഴക്കം ഉണ്ട് എന്നാണ് പ്രാഥമിക വിവരം. 2024 പുതിയ കെട്ടിടത്തിനായി DPR തയ്യാറാക്കിയിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനോ തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിപ്പിക്കാനോ നടപടി ഒന്നുമേ ഉണ്ടായിട്ടില്ല. അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ മാസങ്ങൾക്ക് മുൻപ് പുതിയ സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയിരുന്നതായി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവടക്കം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന് ലൈസൻസ് ലഭ്യമാക്കി? ആരാണ് അതിന്റെ ഉത്തരവാദി? മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക്. യഥാസമയം ആ കെട്ടിടം പൊളിച്ചിരുന്നുവെങ്കിൽ ഈ ദാരുണമായ ഒരു സംഭവം 3 പേർ മരിക്കാനിടയായ സംഭവം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ ഉത്തരവാദി തീർച്ചയായും കോർപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുറ്റകരമായ അനാസ്ഥ ഏതായാലും കോർപ്പറേഷൻ ഭാഗത്തുനിന്നുണ്ടായി. സത്യം പറഞ്ഞാൽ അതിന് അവർ വല്ല കേസെടുക്കണം. ഇത് നരഹത്യയാണ്. കാരണം നേരത്തെ അൺഫിറ്റായിട്ടുള്ള കെട്ടിടം ആണെന്ന്
സെക്രട്ടറി പറയുന്നു, നോട്ടീസ് നൽകുന്ന സെക്രട്ടറി പറയുന്നു. അങ്ങനെ എന്തുകൊണ്ട് തുടർ നടപടി എടുത്തില്ല, പൊളിച്ചില്ല? കോഴിക്കോട് സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നത്. BJP കോർപ്പറേഷൻ കൗൺസിലർമാർ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് അയച്ചുവിട്ടത്. മണിക്കൂറുകളോളം പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇവിടെ പാവപ്പെട്ടവരുടെ ജീവൻ എടുത്തത് നഗ്നമായ നിയമലംഘനം കൊണ്ടാണ്. മേയറാണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സകല നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും പ്രത്യേക യോഗം ചേർന്നിട്ട് ഇവർ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇനിയോടും മേയറോടും ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ അറിയണം, ഒരു ഹൈക്കോടതി വിധി നിയമവിരുദ്ധമായ കെട്ടിടം എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിന് കോർപ്പറേഷന്റെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ 5:30 മണിക്ക് പ്രത്യേക യോഗം വിളിച്ചിട്ട് അവിടെ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു സാധാരണക്കാരൻ ഒരു കെട്ടിടം പണിതാൽ ഒരു 10 സെന്റിമീറ്റർ പുറത്തോട്ട് വന്നാൽ ഇവർ അനുവാദം കൊടുക്കുമോ? കോർപ്പറേഷനുള്ളിലെ ചില ഉദ്യോഗസ്ഥർ ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ കമ്മീഷൻ പറ്റുന്നവരാണ്. അവരാണ് ഇവരുടെ ഏജന്റ്, ബിനാമികൾ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സർക്കാർ സ്പോൺസേഡ്, കോർപ്പറേഷൻ സ്പോൺസേഡ് മർഡർ ആണോ നടന്നിരിക്കുന്നത്? കൊലപാതകത്തിലേക്ക് അടക്കം നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ പറയുന്ന BJP പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതിഷേധം നടത്തി. തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആ പ്രതിഷേധം കൂടി നമുക്കൊന്ന് കാണാം. ഞാൻ സമരത്തിനോട് കയറി വരുന്നുള്ളൂ. ഞാൻ ലേറ്റ് ആയിട്ടാണ് വരുന്ന സമയത്ത് ആദ്യം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോർപ്പറേഷനുള്ളിലേക്ക് ഒരാൾക്കും കയറാൻ പറ്റില്ല. ഗേറ്റിനുള്ളിൽ കയറി വരുന്ന അവിടെ CI തടഞ്ഞു നിർത്തുന്നു. നിങ്ങൾ എങ്ങോട്ടാ വരുന്നതെന്ന്. ആളുകൾ മരണപ്പെടുക ഇവരുടെ ഈ അനീതി കാരണം. നിങ്ങൾ ആലോചിക്കണം, ഇതിനു മുമ്പേ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി. ഇതേപോലെ അടുത്ത കിടക്കാൻ വേണ്ടി എവിടെയോ മോഡൽ സ്കൂളിന് മുന്നിൽ ഒരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്. ഇതിനെതിരെ സമരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മാതൃഭൂമിയിലടക്കമുള്ള വാർത്ത വന്നതാ. അവിടെ ഇതുപോലെ തന്നെ കെട്ടിടം പൊളിഞ്ഞു വീടാനായി കിടക്കുന്നുണ്ട്. അവിടെ ഇനി മരിക്കാൻ പോകുന്ന കുട്ടികളാ. ഇത്രയും അനാസ്ഥ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് ഈ സെക്രട്ടറിയുടെ പുറത്തുനിന്നുകൊണ്ടല്ലേ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശമല്ലേ? ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? ഈ കൊടിയ അനാസ്ഥയുടെ ഉത്തരവാദിത്തം ഈ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ മരണക്കെണികളായി അങ്ങനെ നിൽക്കുന്ന കെട്ടിടങ്ങളെക്കുറിച്ച് നേരത്തെ സഹിതം റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും എന്ത് നടപടി കോർപ്പറേഷൻ സ്വീകരിച്ചു? 3 കുടുംബങ്ങൾ അനാഥമാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി പറയാൻ കോർപ്പറേഷൻ അധികൃതർക്ക് കഴിയുന്നുണ്ടോ? വിവരങ്ങളുമായി KB രാഹുൽ ചേരുകയാണ്. രാഹുൽ, ഇന്ന് നമ്മൾ കേട്ട വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യപരമായിട്ടുള്ള പ്രതികരണം ഒന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും മേയറുടെ ഭാഗത്തുനിന്നുമാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ പന്തികേടാണ്. ജീവൻ പണയം വെച്ചുള്ള കളികളാണ് ആ നഗരത്തിൽ നടന്നത് എന്ന് വ്യക്തമാണ്. എന്ത് നടപടി, എന്ത് പുനരാലോചന, എന്ത് നഷ്ടപരിഹാരം? 3 കുടുംബങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ അനാഥമാകുന്നത്. കാര്യത്തിൽ ഇതൊരു വലിയൊരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, നടപടികൾ ആരംഭിച്ചോ രാഹുൽ? പ്രതീക്ഷ അത് തന്നെയാണ്. 4 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. പറഞ്ഞ പോലെ അവരുടെ കുടുംബങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ, അതിലൊക്കെ ഉണ്ടാകുന്ന ശൂന്യത എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു അപകടം ഉണ്ടായതിനു ശേഷം കോർപ്പറേഷൻ്റെ പ്രതികരണം എന്താണെന്ന് ആരായുന്ന സമയത്താണ് ഇത്രയും വൈരുദ്ധ്യം നിറഞ്ഞ പ്രതികരണങ്ങൾ മേയറുടെ ഭാഗത്തു നിന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. നിലവിലെ ആശ്വാസം എന്ന് പറയുന്നത്, സാധാരണയായി ഈ വലിയങ്ങാടിയിൽ ഈ സമയത്ത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് 30-40 തൊഴിലാളികളൊക്കെ ചേർന്നാണ് വിശ്രമിച്ചിരുന്നതെന്നാണ്. ഇന്ന് ഏതായാലും 7 പേർ മാത്രമേ അങ്ങോട്ടേക്ക് ആ സമയത്ത് എത്തിയുള്ളൂ എന്നതുകൊണ്ട് അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രയെങ്കിലും കുറഞ്ഞു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ 7 പേരിൽ 2 പേർ ഈ കെട്ടിടത്തിൻ്റെ ഭാഗം അടർന്നു വീഴുന്ന കേട്ട് ഓടി മാറിയത് കൊണ്ട് അപകടം ഉണ്ടായില്ല. ബാക്കി 5 പേരാണ് ഈ സ്ലാബിനടിയിൽ കുടുങ്ങിപ്പോയത്. ഒരാൾക്ക് അത്ര ഗുരുതരമായ
പരിക്കില്ല. പയ്യാനക്കൽ സ്വദേശി അബ്ദുൽ ജലീൽ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുക കൂടിയാണ്. അപകടമുണ്ടായി തൊട്ടു പിന്നാലെ ഇപ്പം തന്നെയാണ് പ്രതീക്ഷ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയങ്ങാടി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥലമല്ല, പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. നഗരമധ്യത്തിൽ തന്നെയുള്ള പൈതൃക കേന്ദ്രം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ തിരക്കൊഴിഞ്ഞു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് അവധി ദിവസങ്ങളിൽ മാത്രമാണ്. അത്രയധികം ആളുകൾ, അത്രയും രൂപയുടെ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലത്താണ് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഇത്രയധികം കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ വ്യാപാരം നടന്നു വന്നത് എന്നതൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഒപ്പം ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതേയില്ല. മേയറുടെ പ്രതികരണമാണ് ഏറ്റവും രസകരമായി തോന്നുന്നത്. കാരണം അപകടമുണ്ടായി തൊട്ടു പിന്നാലെയാണ് ചോദിക്കുന്നത്. മേയർ കഴിഞ്ഞ കൗൺസിലിലും ഇവിടെ കൗൺസിലറായി തുടർന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിൽ നടന്നിരുന്നുവെന്ന് വ്യക്തതയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കെട്ടിടത്തിന് കാലപ്പഴക്കം സംബന്ധിച്ച അൺഫിറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നേരത്തെ ഉണ്ടായിട്ടില്ല എന്നതാണ്. പക്ഷേ സെക്രട്ടറിയോട്, അദ്ദേഹം ഈ സ്ഥലം മാറി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നിട്ട് അധികം നാളുകളായിട്ടില്ല, അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് 2024 മുതൽ, അതായത് എണ്ണിക്കഴിഞ്ഞാൽ 2 വർഷം പുറകോട്ട് പോകണം, ആ സമയം മുതൽ തന്നെ ഈ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്ന് കണ്ടെത്തുകയും പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി DPR, അതായത് വിശദമായൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിരുന്നു എന്നുകൂടിയാണ് സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം, ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുക കൂടിയാണ്. അതായത് മേയർ പറയുന്നു അൺഫിറ്റാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന്, സെക്രട്ടറി പറയുന്നു കാലപ്പഴക്കമുണ്ട്, പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള വിശദ പദ്ധതി റിപ്പോർട്ട് കൂടി തയ്യാറാക്കിയ ഒരു കെട്ടിടമാണ്. നഗരത്തിൽ ഈ വിധത്തിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അതിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന കെട്ടിടം തന്നെയാണ് ഇന്ന് അപകടമുണ്ടായ സ്ഥലം എന്നതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ, അന്വേഷണം ഒക്കെ തന്നെ വേണം. ഈ 2 വർഷം മുൻപേ അൺഫിറ്റാണെന്ന് കണ്ടെത്തിയെന്ന് സെക്രട്ടറി പറയുമ്പോഴും അവിടെ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഗോഡൗണുകളാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഒരു ഉടമയുടെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഗോഡൗണും കൂടി അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്തായാലും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടായേ തീരുകയുള്ളൂ. ഇനി ഇതുപോലെ ഒരു അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധവും കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്നു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന പരിപാടി നിർത്തണം. വലിയ ഓഡിറ്റിങ്ങിൽ ഒക്കെ തന്നെ വേണം. അതിനുള്ള സിസ്റ്റം നമുക്കുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് പിഴയ്ക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.